ഹായ് ഹലോ വെൽക്കം ടു സി സി ബാങ്ക്. സി സി ബാങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പം നമുക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനൽ വഴി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു നമ്മളെ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന രീതിയിൽ അപ്പെക്സ് സൊസൈറ്റിയുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പെക്സ് സൊസൈറ്റി. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെ JC അതുപോലെ കേരള ബാങ്കിൽ അതേ സിലബസ് തന്നെയായിരിക്കും വരാൻ സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കഴിഞ്ഞൊരു എക്സാമിന് കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചൊരു എക്സാമിന് PYക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അതിനെപ്പറ്റി ചിന്തിക്കാം. കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നോക്കാം. അതിൽ വന്നൊരു ചോദ്യമായിരുന്നു, ദി ഫോളോയിങ് ആർ ദി സ്റ്റേറ്റ്മെന്റ് ഓൺ RBI റോൾ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ്. ഇപ്പോൾ RBI എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് ഏരിയകളിൽ RBI വരാറുണ്ട് അല്ലേ. ഒരുപാട് ഏരിയയിൽ RBI വരാറുണ്ടെന്ന് പറയുമ്പോൾ എന്താ, അതായത് RBI എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യയുടെ ബാങ്കേഴ്സ് ബാങ്ക് എന്ന രീതിയിൽ അറിയപ്പെടാറുണ്ട്. അതേപോലെ തന്നെ എന്താണ്, നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ RBI ആണ് ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുപാട് റോളുകളിൽ RBI നിൽക്കാറുണ്ട്. അപ്പം ഇവിടെ നമ്മളെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റിന്റെ ഒരു റോളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദ്യം. സാധാരണഗതി എങ്ങനെയാ ചോദിക്കുക, ഇതിൽ നിന്നും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. എന്നാൽ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കേണ്ടത്. ഓക്കെ, ഒന്നാമത്തത് റൂൾ ഓൺ കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആർ നോട്ടിഫൈഡ് ബൈ ദി RBI. ഒന്നാമത്തത്. രണ്ടാമത്തത് സ്പെസിഫൈങ് കണ്ടീഷൻ ഫോർ പേയ്മെന്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ്. പിന്നീട് പ്രൊവൈഡ് ലൈസൻസ് ആസ് ഓതറൈസ്ഡ് പേഴ്സൺ ടു ഡീൽ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്. അടുത്തെന്താണ്, ഗിവിംഗ് ഗ്യാരണ്ടി ഓർ സ്വേർട്ടി വേർ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ ഈസ് ഇൻവോൾവ്ഡ്. ഇതാണ് 4 ഓപ്ഷൻ. ഇതിൽ നിന്നും എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ നിന്നും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഓക്കെ, യെസ്, A ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഏതാണ്? റൂൾ ഓൺ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആർ നോട്ടിഫൈഡ് ബൈ ദി RBI. അതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആയി? ബാക്കിയൊക്കെ ശരിയാണോ നോക്കണ്ടേ നമുക്ക്. ഇനി അടുത്ത സെഷനിലേക്ക് അങ്ങനെയാ പോകുന്നത്. നോക്കൂ, അടുത്ത് നമുക്ക് അവിടെ A അല്ലാതെ ബാക്കി 3 നമുക്ക് നോക്കാം. അതായത് Bയും Cയും Dയും. B വന്നിരിക്കുന്നത് കറക്റ്റ് ആണ്. ദി RBI സ്പെസിഫൈ റെഗുലേഷൻസ് ആൻഡ് കണ്ടീഷൻ ഫോർ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ അണ്ടർ FEMA. എന്താണ്? B അവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Cയും അവിടെ ശരിയാണ്. കാരണം ദി RBI ഗ്രാൻഡ് ഓതറൈസ്ഡ് ലൈസൻസ് അല്ലെ, ഓതറൈസ്ഡ് ലൈസൻസ് ടു ഓതറൈസ്ഡ് പേഴ്സൺ. ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ആരൊക്കെ ആയിരിക്കാം? ചിലപ്പോൾ ഓതറൈസ്ഡ് ഡീലേഴ്സ്, ബാങ്ക് ആൻഡ് മണി ചേഞ്ചേഴ്സ് തുടങ്ങിയ ആൾക്കാരൊക്കെ ആയിരിക്കാം അല്ലെ. D എന്താണ്? ദി RBI റെഗുലേറ്റ് ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ഗ്യാരണ്ടി ഓർ സ്വേർട്ടി വേർ ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് ഇൻവോൾവ്ഡ് ആസ് പ്രൊവൈഡഡ് അണ്ടർ FEMA റെഗുലേഷൻ. അവിടെ എന്തുണ്ട്? അവിടെ ഗ്യാരണ്ടിയും കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് 3 സ്റ്റേറ്റ്മെന്റ് അവിടെ ശരിയാണ്. എന്തുകൊണ്ടാണ് A അവിടെ എന്തായത്, തെറ്റായത്? നോക്കൂ, ദി സെൻട്രൽ ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി RBI മേക്ക് ദി റൂൾ ഗവേണിംഗ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ത്രൂ ദി ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ റൂൾ 2000. ഇറ്റ് ഈസ് നോട്ട് എ RBI അലോൺ ദി നോട്ടിഫൈ ദീസ് റൂൾ. RBI മാത്രമല്ല, അവിടെ ആരുണ്ട്? സെൻട്രൽ ഗവൺമെന്റ് ഈസ് കൺസൾട്ടേഷൻ വിത്ത് ദി RBI. അവിടെ RBI ആയിട്ട് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് എന്ത്, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ A എന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ശരി. അടുത്തൊരു ചോദ്യം നോക്കാം. ഓഫ് ദി ഫോളോയിങ് വിച്ച് ഈസ് ദി ഫസ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക് ഇൻ ഇന്ത്യ. താഴെ പറയുന്ന പോലെ ആദ്യത്തെ RRB എന്താണ്, അല്ലെ RRB എവിടെയാണ്, ഏതായിരുന്നു? നോക്കിയേ, സൗരാഷ്ട്രൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിയുള്ള പ്രഥമ ബാങ്ക് പോലുള്ള 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നും മധ്യപ്രദേശിലും ഗുജറാത്തിലും വെസ്റ്റ് ബംഗാളും ഉത്തർപ്രദേശിലുള്ളതാണ്. ഏതായിരിക്കാം വരുന്നത്? യെസ്, ആദ്യത്തത് പ്രഥമ ബാങ്ക് ആണ് ഉത്തർപ്രദേശിലുള്ളത് അല്ലെ. ഉത്തർപ്രദേശിലുള്ള പ്രഥമ ബാങ്ക് ആണ് വരുന്നത്. നോക്കൂ, പ്രഥമ ബാങ്ക് വാസ് ദി ഫസ്റ്റ് RRB ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ RRB ആണ് പ്രഥമ ബാങ്ക്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 2 ഒക്ടോബർ 1975. 1975 ഒക്ടോബർ 2 അവിടെ എന്ത് ചെയ്തത്? അവിടെ ഉത്തർപ്രദേശ് അവിടെ ഫോം ചെയ്തത്. ഇറ്റ് വാസ് സ്പോൺസേർഡ് ബൈ സിൻഡിക്കേറ്റ് ബാങ്ക്. സിൻഡിക്കേറ്റ് ബാങ്കിന്റെ സ്പോൺസർ ആണ്. RRBs were established under the RRB ആക്ട്. എത്രയാണ്? 1976. 1976 RRB ആക്ട് പ്രകാരമാണ് വന്നിരിക്കുന്നത്. അപ്പൊ പ്രഥമ ബാങ്ക് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ചോദ്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നല്ല രീതിയിലുള്ള ഒരു മാർക്ക് മിക്ക എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ അപ്പെക്സ് സൊസൈറ്റിയുടെ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള ബാങ്ക് GCയുമായി ബന്ധപ്പെട്ടുള്ള എന്തായിരിക്കും സിലബസ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ കൂടുതലും നിങ്ങൾക്കറിയാം, അതിലെ ചോദ്യങ്ങൾ
കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയുമായിട്ട് നമ്മളെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഏരിയ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ, കൂടാതെ കറണ്ട് അഫയേഴ്സ് പോലെ, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, കറണ്ട് അഫയേഴ്സ് GK എന്ന് പറയുമ്പോൾ ബാങ്കിങ്ങിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം എന്താ, പുതിയ ഗവർണർ ആര്, അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് വന്ന്, അതായത് ഇന്ന ഡേറ്റിൽ വന്ന സാധനം എന്ത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അപ്പെക്സ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ ബാച്ച് നമ്മൾ CCയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യം നോക്കിയേ. ബിലോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആർ ഓൺ ദി ലീഡ് ബാങ്ക് സ്കീം. ലീഡ് ബാങ്ക് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യു ആർ റിക്വസ്റ്റ് ടു ഐഡന്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ എന്താണ് റോങ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. നോക്കാം, 4 സ്റ്റേറ്റ്മെന്റുകൾ. ഒന്നാമത്തെ എന്താ, ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ഡിസംബർ 1969. Then it is introduced based on the finding of the study group headed by Professor D.R. Gadgil. പിന്നീട് the scheme was block level bankers committee and district consultative committee. പിന്നെ the district collector is the chairman of the district consultative committee. ഇതാണ് 4 ഓപ്ഷൻ. അപ്പൊ ഇതിൽ നിന്ന് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ നമുക്ക് നോക്കാം. ഏതാണ്? ബി അവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ബി അവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നത്, ഈ സ്കീം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് DR, അതായത് പ്രൊഫസർ DR ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തന്നെയാണ് അല്ലെ. ദി സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി സ്റ്റഡി ഗ്രൂപ്പ് ഓൺ ദി ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് സോഷ്യൽ ഒബ്ജക്റ്റീവ് ഹെഡഡ് ബൈ പ്രൊഫസർ DR ഗാഡ്ഗിൽ. ഒന്നാമത്തത്, അല്ലെങ്കിൽ ബി എന്താണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളതാണ്. അടുത്തത് സി നോക്കാം. സിയും കറക്റ്റ് ആണ്. എന്താണ്? ലീഡ് ബാങ്ക് സ്കീം ഇൻക്ലൂഡ് കോർഡിനേഷൻ മെക്കാനിസം സച്ച് ആസ് ബ്ലോക്ക് ലെവൽ ബാങ്കേഴ്സ്. അവിടെ എന്താണ്? അതേപോലെ തന്നെ DCC, BLBC ആണ് DCC. അവിടെ എന്താണ്? ഒരു കോർഡിനേഷൻ മെക്കാനിസം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിയും അവിടെ ശരിയാണ്. അടുത്ത ഡിയും ശരിയാണ്. കാരണം എന്താ? ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് ചെയർമാൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി ഏതാണ്. എ ആണ്. എന്താണ്? ലീഡ് ബാങ്ക് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ 1969 അല്ലെ. അപ്പൊ എന്താണ്? ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പ്. ഇതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോ നോക്കിയേ, ഇറ്റ് വാസ് നോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതാണ് ഇവിടെ എന്താ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതാണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്ന റോങ്. അപ്പൊ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും തെറ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം അവിടെ വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആൻസർ കിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി നമ്മൾ അപ്പെക്സ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ പറയട്ടെ. നമ്മളെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായ മെന്റർഷിപ്പ് സപ്പോർട്ടോടു കൂടി ലൈവ് ക്ലാസ്സുകളും അതുപോലെ PDF നോട്ടുകളും എക്സാം ഒക്കെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മളെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളെ പുതിയ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ കൂടാതെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഫ്രീ ഗ്രൂപ്പ്, അതും കൂടി പറയട്ടെ, നമ്മളെ കോപ്പറേറ്റീവ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഇൻഫർമേഷൻസും മറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതിൽ പുതുതായിട്ട് വരുന്ന നോട്ടിഫിക്കേഷന്റെ കാര്യവും എക്സാം ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നോട്ടുകൾ, PYQ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ ജോയിൻ ചെയ്യാം. കൂടാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. 1 minute 1 PYQ എന്ന രീതിയിൽ അവിടെയും PYQ സെക്ഷനുകൾ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവിടെ PYQ മറ്റും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ അപ്പെക്സ് സൊസൈറ്റിയുടെ കാര്യം പറയട്ടെ. വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഇപ്പോഴേ നമുക്ക് പഠിച്ചു തുടങ്ങിയാൽ വളരെ ഈസി ആയിട്ട് ആ സമയത്ത് എന്ത് ചെയ്യാം? നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മളെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇനി വരാനിരിക്കുന്ന സമയത്ത് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് PYQ വീണ്ടും കാണാം. അതുവരെ ഇപ്പം നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.